empty ആയി കിടന്ന ഒരുപാട് ഭൂമികൾ റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യർ ജീവിക്കുന്ന ഏരിയയിൽ 25 ഏക്കർ ഫോറസ്റ്റിന് കൊടുത്തു, 50 ഏക്കർ കൊടുത്തു, 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ കൊടുത്തു. എന്തിനേറെ പറയുന്നു, 2 ഏക്കർ ഭൂമി വരെ ആ കാലഘട്ടത്തിൽ റവന്യൂ ഇവർക്ക് കൈമാറി. ഇവിടെയൊക്കെ എന്ത് പറ്റി? വനവൽക്കരണം നടന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് ഒരു 100 ഏക്കർ കാടുണ്ടാവും, അതിന്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് 10 ഏക്കർ കാടുണ്ടാവും, അതിന്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും. അപ്പൊ ഇടകലർന്നു മനുഷ്യ ജീവിതവും ഫോറസ്റ്റും ഇടകലർന്ന ഒരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായിട്ട് മാറിയ ഒരു സ്ഥലമാണ് കേരളം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, ജനങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഫോറസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേരളം. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിസർവ് ഫോറസ്റ്റിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? അത് റിസർവായി കിടക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അത് എവർഗ്രീൻ ഫോറസ്റ്റ് ആയി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നുകൂടാൻ തുടങ്ങി. ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി. ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ 70% ഫോറസ്റ്റാണ്. എങ്ങനെ 70%? അതിൽ 30% താഴെയാണ് റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. ബാക്കി വരുന്ന 40% ഇങ്ങനെ പിടിച്ചെടുത്താണ്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകും, അവിടെ ഫോറസ്റ്റ് ഉണ്ടാവും, അവിടെ ടാർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ വന്നാൽ അവിടെ നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കുടിവെള്ള ലൈൻ ഇപ്പുറത്ത് നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇത് വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും. ഈ നിയമം വന്നാൽ നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്, ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. ഫോറസ്റ്റിന്റെ അകത്തുണ്ടാകേണ്ട ആനക്കടക്കം തിന്നാനുണ്ടാവേണ്ട ഭക്ഷ്യവസ്തുക്കളില്ല. കാര്യമായിട്ട് ഓടയും മുളയുമാണ്. ഈ മലമ്പ്രദേശത്തൊക്കെ മുമ്പ് കണ്ടമാനുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അവർ വെട്ടിവെളുപ്പിച്ചു. അവിടെ വേറെ ആനക്ക് തിന്നാൻ പറ്റാത്ത വൻമരങ്ങൾ പിടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ ആന ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് പോകും? കാട്ടിൽ ആനക്ക് തിന്നാനൊന്നുമില്ല. തിന്നാൻ കിട്ടാതെ ആവുമ്പം ആനകൾ ഈ ഭക്ഷണം തേടി വരികയാണ്. ഭക്ഷണം തേടി ആനകളെ വരുത്തുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് കാട്ടിന്റെ അകത്തുണ്ടായിരുന്ന സ്രോതസ്സുകൾ പലതും മണ്ണിടിഞ്ഞു പോയി, പലതും ഇവർ തന്നെ തൂർക്കുന്നു എന്നുള്ള പരാതി പോലും തമിഴ്നാട്ടിൽ നിന്നുണ്ട്. ഓവാലി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് നമ്മുടെ തൊട്ടടുത്ത്, നിലമ്പൂരിന് ഗൂഡല്ലൂർ കയറി. നിങ്ങളത് പോയി നോക്കണം. 45,000 മനുഷ്യർ ജീവിച്ചിരുന്ന നാടാ. ഇന്ന് അവിടെ 5,000 ആളില്ല. നിങ്ങൾ പോയി നോക്കിയാൽ ഇത് യുദ്ധക്കളമാണെന്ന് തോന്നും. അത്രയും വീടുകൾ ഇട്ടിറങ്ങിയ ആളുകൾ പോന്നു. കാരണം ജീവിക്കാൻ മാർഗമില്ല. ആ ഓവാലി പഞ്ചായത്തിന്റെ അവസ്ഥ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മൃഗങ്ങൾക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും വെള്ളവും വൻകാടുകളിൽ റിസർവ് ഫോറസ്റ്റിൽ ഒരുക്കേണ്ട ഫോറസ്റ്റ് അവിടെ മുഴുവൻ വെട്ടി നിരത്തി ഇതുപോലെ മരം സൃഷ്ടിച്ചു. ഇതാണ് ഒന്ന്. രണ്ടാമത്, കോഴിക്കോട്ടങ്ങാടിയിൽ എങ്ങനെയാ പുലി വരുന്നത്? നിങ്ങൾ ആലോചിക്കണം. മഞ്ചേരി എങ്ങനെയാ വരുന്നത്? തിരുവനന്തപുരത്ത് വരും, സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും. അധിക താമസമൊന്നുമില്ല. എന്താ കാരണം? ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ്. പത്രക്കാർ ദയവായിട്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോയി മംഗലാപുരത്തു കൂടെ പോയി, അത് കഴിഞ്ഞ് ഗോവയുടെ വടക്കൻ അതിർത്തി കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിൽ പോയിട്ടാണ് ഈ പശ്ചിമഘട്ടം അവസാനിക്കുന്നത്. ഈ മേഖലകളിലെ മുഴുവൻ ഇവിടുത്തെ വനസാന്നിധ്യം നമുക്കറിയാം. ആഗോളതാപനം വർദ്ധിക്കുകയാണ്. ആഗോളതാപനം വർദ്ധിക്കുന്നതിന് ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കാടുകൾ തന്നെയാണ് വേണ്ടത്. അപ്പൊ പശ്ചിമഘട്ടം അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ പശ്ചിമഘട്ടത്തെ വനവ്യാപ്തി വർദ്ധിക്കുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. ആ ലോകത്തിന്റെ ആവശ്യം നിറവേറ്റാനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം ആര്? ഗവൺമെന്റ്. അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട, ലോകത്തിന്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കല്. അപ്പൊ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട്. എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട്? ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ
ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനമൊക്കെ ഇപ്പൊ എന്താ പെട്രോൾ മാറ്റി ഡീസൽ മാറ്റി പെട്രോളും CNG ആക്കുന്നത്? പുക നിയന്ത്രിക്കാനാണ്, കാർബൺ നിയന്ത്രിക്കാനാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇത് പ്രകൃതിയിലേക്ക് വരുമ്പോൾ ചൂട് വർദ്ധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ, ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. അങ്ങനെയാണ് 2014-15 15 പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടത്തുന്നത്. പാരീസ് കോൺഫറൻസ് എന്ന് അതിന് പറയാം. ആ കോൺഫറൻസിൽ എടുത്ത തീരുമാനമാണ് എന്ത്? ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ കുറക്കുന്നില്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം. ആർക്ക്? യുണൈറ്റഡ് നേഷൻസിന്. അതാണ് കാർബൺ ഫണ്ട്. ആ പണം എന്താണ് ചെയ്യേണ്ടത്? ആ പണം ഇത്തരത്തിലുള്ള മലബാരങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യം നല്ല രീതിയിലാക്കാനും അവിടെ വനവൽക്കരണം നടത്താനും അവർക്ക് ആ പണം കൊടുക്കണം. 5 പൈസ ഈ ഫണ്ടിൽ നിന്ന് ഈ മലയോര മേഖലയിലെ ഈ പശ്ചിമഘട്ടത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഈ പണം മുഴുവൻ ഈ IFSകാർ കൊള്ളയടിച്ചു പോവാണ്. രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കണം. ഇവിടെ കേരളത്തിലെ വനം 10,000 ഹെക്ടർ വർദ്ധിച്ചു എന്നാ നിയമസഭയിൽ കൊടുത്ത കണക്ക്. ഭൂമി പെറ്റുപെരുകുമോ? അപ്പൊ എങ്ങനെയാണ് വനം വർദ്ധിച്ചത്? എൻക്രോച്ച് ചെയ്യാണ്. എൻക്രോച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. റവന്യൂവിന്റെ ഭൂമി, PWDയുടെ ഭൂമി, കൃഷി ഫാമിന്റെ ഭൂമി. ഇവിടുത്തെ മുണ്ടേരി ഫാം പത്രക്കാർ നിങ്ങൾ ഇന്നൊന്ന് പോയി അന്വേഷിക്കണം. 1500 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു മുണ്ടേരി ഫാമിന്. 500 ഏക്കർ ഇവർ പിടിച്ചെടുത്തു. EFL എന്ന് പറഞ്ഞിട്ട്. EFL എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഭൂമി തന്നെ പിടിച്ചെടുക്കുന്നു. ഇപ്പൊ എന്താ? പുഴയിലേക്ക് കിടക്കുകയാണ്. അതാണ് ഈ ഭേദഗതിയുടെ ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ്. കേരളത്തിന്റെ അനുഗ്രഹം തന്നെ 44 പുഴയാണ്. ഇപ്പൊ നിലമ്പൂർ കരുളായി ഫോറസ്റ്റിൽ നിങ്ങൾ പോയാൽ കരുളായി പുഴക്ക് അക്കരെയാണ് ഫോറസ്റ്റ്. ആ അക്കരയായിരുന്നു ജണ്ട ഉണ്ടായിരുന്നത്. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ജണ്ട എടുത്ത് പുഴയുടെ ഇക്കരെ കൊടുത്ത് വെക്കുകയാണ്. ഇക്കരെ കൊടുത്ത് വെച്ചാൽ എന്തായി? വനാതിർത്തി പുഴന്റെ ഇക്കരയായി, പുഴ അവരുടേതായി, വെള്ളത്തിന്റെ അവകാശം. അതിനുള്ള നിയമ ഭേദഗതി വരിക. ഇതുവരെ അത് നിയമ സാധുത ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് നിയമ ഭേദഗതി കൊടുക്കുകയാണ്. ഈ കണ്ട് കാണപ്പെട്ട പഞ്ചായത്തുകൾ എവിടുന്ന വെള്ളം എടുക്കുക? ഇപ്പൊ വരുന്ന പുതിയ നിയമത്തിൽ ഈ അമിതാധികാരം കൊടുക്കുന്നതോടൊപ്പം പുഴയിൽ നിന്ന്, മലയിൽ നിന്ന് ആരംഭിക്കുന്ന പുഴകൾ ഉത്ഭവം അവിടെയാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ ഓണർഷിപ്പ് അവർക്കാണെന്ന് അവരുടെ വാദം. പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ജലജീവൻ എന്ന് പറഞ്ഞ കോടികൾ കേന്ദ്രത്തിന്റെ പൈസ കൊണ്ട് ഇവിടെ വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. 700 കോടിയുടെ കുടിവെള്ള പദ്ധതിയാ നിലമ്പൂർ നടക്കുന്നത്. ഇതിന് വെള്ളം എടുക്കേണ്ട ചാലിയാർ പുഴയുന്ന. നാളെ ഇവരുടെ പെർമിറ്റ് വേണം. ചെറിയ കാര്യമല്ല. അപ്പം ഈ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക. പുഴ ഇക്കരത്തെ ജണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായി? എത്ര ഹെക്ടറാ കൂടി പോവുക? അപ്പൊ ഇങ്ങനെ ഹെക്ടറുകൾ വർദ്ധിപ്പിക്കുക. ഇത് മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഈ IFSകാർ. അതിനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ആ മാർഗങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ഒരാളും അറിയാതെയാണ് ഈ കയ്യേറ്റം നടക്കുന്നത്. PWD നിലമ്പൂർ CNG റോഡ് നിങ്ങളൊന്ന് പോയി നോക്കൂ. ബ്രിട്ടീഷുകാരുടെ കാലത്തില്ല 30 മീറ്റർ വീതി ഉണ്ടായിരുന്നു. പഴയ 1800 അവരുടെ സർവേയിൽ. ഇന്ന് എത്ര മീറ്ററാ വീതി? റോഡിന്റെ വക്കത്ത് അതിർത്തിയിൽ കൊടുത്തിട്ട് മരം വെക്കും ഇവര്. കാരണം എന്താ? പിറ്റേത് കുറച്ച് കഴിയുമ്പോഴേക്കും മുളയൊക്കെ ആണെങ്കിൽ 1 വർഷം കൊണ്ട് അത് 1 മീറ്റർ വട്ടത്തിൽ വരും. അതോടുകൂടി ആ വനത്തിന്റെ അതിർത്തി ഇപ്പുറത്തായി. പക്ഷികൾ തൂറി ഒരു കാഷ്ടിച്ചിട്ട് അവിടെ ഒരു വിത്ത് മുളച്ചാൽ അത് അതിർത്തിയാക്കി ഇവർ കാണുകയാണ്. എത്ര വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു. PWD എഞ്ചിനീയർമാർ ഒരു രക്ഷയില്ല. അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അപ്പൊ അവർ കേസ് ബുക്ക് ചെയ്യും. എഞ്ചിനീയർ അവരോട് പറയും തൊട്ടു പോകരുത്. ഇപ്പം നമ്മുടെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്രയിലെ പാലം റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓപ്പറേഷൻ റോഡ് കൊടുക്കൂല. 50 കൊല്ലമായി ബസ് ഓടിയ റൂട്ടാണ്. 3.5-4 മാസം പോയി അവസാനം ചെറിയ ഗുണ്ടായിസം ജനങ്ങൾ കാണിച്ചിട്ടാണ് ഫോറസ്റ്റ് അത് വിട്ടുകൊടുത്തത്. അപ്പൊ ഇതൊരു വലിയ 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 വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഇടുത്തി പോലെയാണ് ഈ നിയമം വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ. കാരണം ഇത് മൂടി വെക്കപ്പെട്ട നിയമ ഭേദഗതിയാണ്. അതും കൂടി പത്രക്കാർ ശ്രദ്ധിക്കുക. സാധാരണ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കും, അവരുടെ പരാതി സ്വീകരിക്കും, പത്രങ്ങളിൽ വലിയ കോളം പരസ്യം നൽകും, സമയം കൊടുക്കും. ഒന്നും ഉണ്ടായിട്ടില്ല. നവംബർ 1-ാം തീയതിയാണ് ഇതിന്റെ കരട്. ഈ പറയുന്ന മന്ത്രിമാര്, CPIയുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, വലിയ പ്രകൃതി സ്നേഹികളാണല്ലോ, വലിയ മനുഷ്യ സ്നേഹികളാണല്ലോ. മിണ്ടിയവര് ഇവരടക്കല്ലേ ഒപ്പിട്ട് കൊടുത്തത്. കേരള കോൺഗ്രസിന്റെ റോഷി അഗസ്റ്റിൻ ഉണ്ടല്ലോ, മലയോര കർഷകരുടെ രക്ഷകൻ. എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത്? അവിടെ ഇരുന്ന് കൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം. ആ യോഗത്തിൽ ഈ പറയുന്ന റോഷിയും ഈ പറയുന്ന CPI മന്ത്രിമാരുണ്ട്.
ഇടുക്കിയിലും കോട്ടയത്തും കർഷകർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നേതാക്കന്മാരെയും കൂട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആശങ്ക അറിയിച്ചു അല്ലേ? അപ്പൊ ഈ ജനനി ആരെയാ കാത്തിരിക്കേണ്ടത്? അപ്പൊ ഈ നിയമം ഒരു കാരണവശാലും അസംബ്ലിയിൽ വന്ന് ചർച്ച നടന്ന പാസ്സാവും. എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തോട് അങ്ങേയറ്റം അഭ്യർത്ഥിക്കാനത് അത്രയും സീരിയസ് ആണ്. മലയോര കർഷകര്, ഇവിടുത്തെ പൊതുസമൂഹം എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് 1,30,00,000 മാത്രമല്ല ബാധിക്കുന്നത്. കോഴിക്കോട്ടങ്ങാടിയിൽ കുരങ്ങാണ്, സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ്, കേരളത്തിലെ ഹൈക്കോടതിയിൽ കുരങ്ങാണ്. ഫയൽ വെക്കാൻ വയ്യ, ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ. കാട്ടിനിറങ്ങി നാട്ടിലെത്തി. കോഴിക്കോട് അങ്ങാടി കൂടെ ആന മാർച്ച് ചെയ്യും. നിലമ്പൂര് ATM കൗണ്ടറിലെ ആനയാണ് നടു റോട്ടിൽ, നടു അങ്ങാടിയിൽ. ഇത് പെരുകയാണ്. ഇതെന്ത് ഇത് നിയന്ത്രിക്കണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2024 ജനുവരിയിൽ 1972 ഈ വന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ഒരു MLA നിലക്ക് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതിനാ PV അൻവർ ഇന്ന് 4 ആളുണ്ടാക്കാൻ തുടങ്ങിയല്ല. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹം LDFന്റെ കൂടെയാ. ആ കേസ് 3 വട്ടം സുപ്രീം കോടതി കേട്ടു. ഈ വർഷം 2024 എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്നറിയാം നിങ്ങൾ? ഈ പറയുന്ന വിഷയത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കേരളത്തിന്റെ ഗ്രീവിയൻസ്, നമ്മൾ 20 കൊല്ലത്തെ ഇവിടുത്തെ ഗ്രീവിയൻസ്, എത്ര ആൾ മരിച്ചു, എത്ര നഷ്ടമുണ്ടായി, ആ കണക്കുകൾ മുഴുവൻ കോടതിയിൽ നമ്മൾ കൊടുത്തതാ. ഇത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ റിട്ട് ഞങ്ങൾ തള്ളുന്നില്ല. ഇതിൽ സ്റ്റേറ്റിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഫയൽ ദിസ് പെറ്റീഷൻ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് എന്റെ റിട്ട് മടങ്ങി തന്നു, തള്ളാതെ മടങ്ങി തന്നു. ആ റിട്ട് ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ ലോകരാജ്യങ്ങള് ഞങ്ങളാ കൊടുത്ത റിട്ടില് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നമ്മളെക്കാളും ഫോറസ്റ്റിലെ രാജ്യമാണ് കാനഡ. അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, അതുപോലെ അമേരിക്ക. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട്. 5 വർഷം കൂടുമ്പം ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധന നടത്തി ഇത് പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കശാപ്പ് ചെയ്യാനുള്ള നിയമം അവിടെ ഉണ്ട്. ഓസ്ട്രേലിയയിൽ സീസണിൽ നിങ്ങൾക്കറിയോ, അവിടെ ഇതിന് കൾച്ചറൽ യൂണിറ്റുകളുണ്ട്, കമ്മ്യൂണിറ്റി യൂണിറ്റുകൾ. അവർക്ക് സർക്കാർ തോക്ക് കൊടുക്കാണ് കങ്കാരുവിനെ കൊല്ലാന്. ഒരു കങ്കാരുവിനെ വെടിവെച്ച് കൊടുത്താൽ $100 അവർക്ക് ഇനാം കൊടുക്കുകയാണ്. സുപ്രീം കോടതിയിൽ കൊടുത്താൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടെ ഒരു വനം മന്ത്രി, എന്താ അദ്ദേഹത്തിന്റെ സ്ഥിതി? എന്താ അദ്ദേഹം നിലമ്പൂർ വന്നിട്ട് പറഞ്ഞത്? ഒന്ന് വന്നല്ല നിലമ്പൂരിലേക്ക്. ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയവര് വൈകുന്നേരം 6:30 മണിക്ക് ഈ അപകടമുണ്ടായിട്ട് 11 മണിയോടുകൂടി ആശുപത്രിയിലെത്തിയ പോട്ടെ, അവിടെ കിടന്ന് ചോര വാർന്ന ഒഴുകിയാണ് മരിച്ചത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നമുക്കറിയാം. അവിടെ വന്നിട്ട് ഫോറൻസിക് സർജന് ചെയ്യേണ്ട സർജറി പോസ്റ്റ്മോർട്ടം ആരാ ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അതുണ്ടായിട്ടില്ല. ചോര വാർന്നിട്ടാണ് മണി മരണപ്പെട്ടത്. ഈ ഫോറസ്റ്റിന്റെ നിരുത്തരവാദിത്വം. എന്നിട്ട് ആ ബോഡി ആശുപത്രിയിൽ രാത്രി 10:30 എത്തിയിട്ട് പിറ്റേ ദിവസം 11:30 മണിക്കാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. ഒരു പട്ടിന്റെ വില കൽപ്പിച്ചോ മനുഷ്യന്? അയാളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയ ആളുകളെ 4 ചില്ലടിച്ച് പഠിച്ചത് അയാൾക്ക് വലിയ പ്രശ്നം. എന്തിനാ അദ്ദേഹം പറഞ്ഞത്? PV അൻവറിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ പല പഞ്ചായത്തിലും വേറെ മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ MLA മാർ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കല്ലേ ചെയ്തത്. അദ്ദേഹം ശോഭിക്കുന്നവനാ, നിങ്ങൾക്കറിയില്ലേ? ഞാനിനി അയാളെ അണ്ടിപ്പരിപ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോകണോ? കുറെ അണ്ടിപ്പരിപ്പ് ഞങ്ങൾ തിന്നതാ. ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ സോപ്പാക്കി വിടുക. അയാൾക്ക് എന്താ പണി? ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ ഈ 3.5 കൊല്ലത്തിനിടക്ക്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് ചെയ്തത്? ഒരു മന്ത്രിയായി ഇരിക്കുക. എന്താ ഇപ്പൊ മാറ്റാത്തത്? ഒരു പാർട്ടിയുടെ NCPയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ NCPയുടെ പ്രസിഡന്റാ മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന് കാരണം എന്താ പറയുക നമുക്ക്? മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് കെ തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട MLA ആയിട്ടുള്ള തോമസ് കെ തോമസ് ആണ്. തോമസ് കെ തോമസ് ഫോറസ്റ്റിന്റെ മന്ത്രിയായി വന്നാൽ ഈ അമെന്റ്മെന്റിൽ ഒപ്പിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സമുദായങ്ങളെ പുറത്താക്കും. അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല. ക്രൈസ്തവ സമൂഹമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അവര് സ്വാഭാവികമായിട്ട് എതിർക്കില്ലേ? തോമസ് കെ തോമസിന്റെ കയ്യിലേക്ക് ഈ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ഫോറസ്റ്റ് മന്ത്രി പദം നൽകിയാൽ അത് നടക്കൂല എന്ന് ആർക്കറിയാം? പിണറായിക്കറിയാം. അത് തന്നെയാണ് കൊടുക്കാത്തതിന്റെ പ്രധാന കാരണം. ഈ രീതിയിൽ എല്ലാ ഓട്ടകളും അടച്ചിരിക്കുകയാണ്.
പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പത്രത്തിൽ പരസ്യം ചെയ്തിട്ടില്ല. ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തി പ്രധാനമന്ത്രി. ഗസറ്റിലെല്ലാം ഉണ്ടാവും. ആരാ ഗസറ്റ് കാണുക? ഈ 3.5 കോടി ജനങ്ങളെ 1000 ആള് മറിച്ചു നോക്കുമോ? 1000 ആള് ഞങ്ങളുടെയൊക്കെ MLA-മാരുടെയൊക്കെ PA-മാർ അവരൊന്ന് മറിച്ചു നോക്കും. പ്രധാന വിഷയം ഉണ്ടെങ്കിൽ ആ മണ്ഡലത്തിന് അല്ലെങ്കിൽ പൊതുവായിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കും. അപ്പൊ ആ ഗസറ്റിലൂടെ ഒളിച്ചു കിടത്തുകയാണ്. അപ്പം എല്ലാ നിലക്കും ക്രൈസ്തവ സമൂഹത്തിന് എതിർപ്പുകൾ ഉണ്ടാകുമ്പം, ക്രൈസ്തവ സമൂഹത്തിലൊരു മന്ത്രിയാകുമ്പം ക്രൈസ്തവ സമൂഹത്തിൽ ആ മന്ത്രിക്ക് അത് ഒപ്പിടില്ല. ഏതെല്ലാം ആംഗിളിലൂടെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കോഴിക്കോട്ടങ്ങാടിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും താമസിക്കുന്ന സാധാരണ ജനങ്ങൾ, പണ്ട് ഇത് ഫോറസ്റ്റിന്റെ വിഷയമല്ലേ എന്ന് പറഞ്ഞ് അങ്ങാടിക്കാർ മാറിയുന്നു. ഇനി മാറി നിൽക്കാൻ കഴിയില്ല. പന്നി ജില്ലാ ആശുപത്രിയിൽ പന്നിയാണ്. മഞ്ചേരി ജില്ലാ ആശുപത്രി അറിയുന്ന നിങ്ങൾക്ക്? ജില്ലാ ആശുപത്രിയിൽ രാത്രി 8 മണി കഴിഞ്ഞാൽ രോഗികളോടൊപ്പമുള്ള കൂടെ ഇരിക്കുന്നവർ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എന്താ കാരണം? പെറ്റ് പെരുകിയിരിക്കുക പന്നി. ഈ പന്നിയെല്ലാം കൂടെ ഇവിടെ പെറ്റ് പെരുകിയിട്ട് എന്ത് ആവാസ വ്യവസ്ഥക്ക് എന്ത് സംഭാവന? മന്ത്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടുത്തെ പ്രകൃതിവാദികളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ആന പെറ്റ് പെരുകിയുണ്ടായാൽ ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥക്ക് എന്താണ് അതിന്റെ സംഭാവന? നമ്മൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഒറ്റ വാക്ക ആവാസ വ്യവസ്ഥ. അതിന് ഭയങ്കര പ്രശ്നം വരും. എന്നിട്ട് ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ഇത് കൊടും ചതിയാണ്, കൊടും വഞ്ചനയാണ്. ഈ മലയോര മേഖലയിലെ ജനങ്ങളെ നിർബന്ധിത സാഹചര്യം ഒരുക്കുക, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ വനവ്യാപ്തി വർദ്ധിപ്പിക്കണം. അതിന് കോടികൾ ഈ പറയുന്ന കാർബൺ ഫണ്ട് ഉൾപ്പെടെ ഇന്റർനാഷണൽ ഏജൻസികളുടെ കൈകളിൽ എത്തുന്നുണ്ട്. 2004 നിങ്ങൾക്കറിയണോ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു IFS ഓഫീസർ അന്ന് എന്നോട് പറഞ്ഞ, അദ്ദേഹം മനുഷ്യരോട് ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു. K. സുധാകരൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചാണ്, അൻവർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം, ഇവിടുത്തെ IFS-കാരുടെയൊക്കെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്. 2004 ഇവരുടെ ശമ്പളം എത്രയാ? 20,000 തൊട്ട് 25,000 രൂപ ശമ്പളമാണ്. അന്നത്തെ കാലത്ത് നിങ്ങൾ എഴുതി വെച്ചോ, പരിശോധിച്ചോ. ഈ കേരളത്തിലുള്ള IFS-കാരുടെ പലരുടെയും മക്കള് ലണ്ടനിലും അമേരിക്കയിലും പഠിക്കുന്നത്. ഇന്ന് നമ്മളെ നാട്ടുകാരെല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ പിന്നിൽ വലിയ ഒരു ലോബിങ് എന്നുണ്ട്. ഇവരുടെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ആരെയും പോയിട്ടുണ്ടോ? ഇവിടുത്തെ മന്ത്രിമാര് പോയിട്ടുണ്ടോ? അവിടെ നിഗൂഢ കേന്ദ്രങ്ങളാണ്. സകലമാന തോന്നിവാസവും തമ്മാടിത്തവും കള്ളുകുടിയും പെണ്ണുപിടിയും നടക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ഫോറസ്റ്റിലെ IB-കള്. ഇതെന്താ കാട്ടിനുള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത്? അവിടെയാണ് അതിന് സൗകര്യം. അവിടെ കള്ളുകുടി, അവരെ ഇറച്ചി വരേണ്ടെന്ന് പറഞ്ഞ് കാട്ടിന്റെയും മാനിന്റെയും. നിങ്ങൾക്കറിയോ? ഇതൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്ന. രാത്രി പാട്ട് കച്ചേരിയാണ് പല ഈ ഗസ്റ്റ് ഹൗസുകളിലും. പുറലോകത്ത് അറിയോ? അങ്ങനെ കള്ള് കുടിച്ച് കൂത്താടി സുഖിച്ച് എന്താ പറയാ ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം ഈ കാടുകളിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെയാണ്. ഇതിനെന്ത് തടുക്കണ്ടേ? 1 കിലോമീറ്റർ കമ്പിയിടാൻ, ഫെൻസിങ് ഇടാൻ 2.5 ലക്ഷം അവർ ചെലവാക്കുന്നത്. 2.5 ലക്ഷം അറിയോ നിങ്ങൾക്ക്? എന്താ ഈ 2.5 ലക്ഷം? ഉള്ളിപ്പാട പോലെയുള്ള ട്യൂബാണ് ഈ പൈപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആക്കിയാൽ ഒടിയും. അതിന്റെ മുകളിൽ കൂടെ കെട്ടുന്നത് കമ്പി എന്ന് കാണണങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം അവിടെ കമ്പി ഉണ്ടോന്ന്. ലോകത്ത് ഇത്ര വണ്ണം കുറഞ്ഞിട്ടില്ല എന്താ പറയാ നൈസായിട്ടുള്ള കമ്പി എവിടുന്നാ വരുന്ന കൊണ്ടുവരുന്ന അറിയില്ല. 50,000 ചെലവില്ലാത്ത 2.5 ലക്ഷം ഈ രീതിയിൽ പോവുകയാണ്. അപ്പോഴോ 15 കോടി രൂപയാണ് ഈ വർഷം നിലമ്പൂരിൽ ബിൽഡിംഗ് കെട്ടാൻ ചെലവാക്കിയത്. മന്ത്രിയുടെ സദസ്സിൽ ഞാൻ പറഞ്ഞതാ. എത്ര കാറുകളാണ് ഇവർക്ക് വാങ്ങുന്നത്? നിങ്ങളിപ്പോ DF ഓഫീസിൽ പോയി നോക്കൂ. എത്ര ക്രിസ്റ്റ അങ്ങനെ തിളങ്ങുന്ന കാറുകൾ എയർ കണ്ടീഷൻ ചെയ്ത്. ഇവർക്ക് എന്തിനാണ് ഈ ക്രിസ്റ്റാണ്? ഇവർക്ക് കാട്ടിൽ പോകാൻ ജീപ്പാവേണ്ട, അതിൽ ആക്സിഡന്റ് ആയിക്കോട്ടെ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കുന്ന കാറുകൾ, ആഡംബര കാറുകൾ എന്തിനാ ഇവർക്ക്? എന്നിട്ട് എന്താ ഫോറസ്റ്റുകാരെ പല പണിയും? നിലമ്പൂരെന്ന് സ്വകാര്യത്തിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറയിട്ട് ഇരുന്നറിയും. ഇവർക്ക് പച്ചക്കറി വാങ്ങാൻ ഒരു ബീറ്റ് ഓഫീസർ പോകണം. ഇവരുടെ ഭാര്യമാർക്കുള്ള വേറുള്ള സാധനം വാങ്ങിക്കൊടുക്കാൻ വേറൊരുത്തൻ പോകണം. കൂലിപ്പണി എടുപ്പിക്കുകയാണ്, അടിമപ്പണി. ആരെക്കൊണ്ട്? ഈ സാധാരണ ഫോറസ്റ്റുകാരെ കൊണ്ട്. മീൻ വാങ്ങാനൊരു വണ്ടി വേറെ, പലചരക്കിന് വേറെ വണ്ടി, കോഴിക്കോടേക്ക് ഷോപ്പിങ്ങിന് പോകാം വേറെ വണ്ടി. ഇവിടെയൊക്കെ ഈ IFS-കാരെ വീട്ടിലൊന്ന് പോയി നോക്കണം നിങ്ങൾ. ഈ ജനത്തിനെ കൊന്നിട്ട് അവരെന്ത് തെമ്മാടിത്ത ചെയ്തോട്ടെ, പക്ഷെ ഈ ജനത്തിന് ഇവിടെ ജീവിക്കണം. അതിനുള്ള വഴിയുണ്ടാകണം. അതിനുള്ള നിയമമാണ് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട UDF-ന്റെ മുഴുവൻ നേതൃത്വത്തോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നമുക്കറിയാം ഈ പശ്ചിമഘട്ടത്തിലെ ഈ 11-12 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും പോയി കാണണം ഇവിടുത്തെ ലീഡർഷിപ്പ്. ആ മുഖ്യമന്ത്രിമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ 972 വന നിയമത്തിൽ ഭേദഗതി